അല്ല, നിങ്ങൾ ഹർത്താൽ നടത്തിയല്ലോ. അതെ, ഹർത്താൽ നടത്തിയിട്ട് നിങ്ങൾ എന്ത് നേടി? ഇന്ത്യ ഒട്ടുക്കും നിങ്ങൾ ഹർത്താൽ നടത്തി. ഭാരത ബന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉടനീളമുള്ള ഹർത്താലല്ലേ നടത്തി? അതെ, നിങ്ങൾ ഈ നടത്തിയ ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയോ? അവകാശങ്ങൾ എന്തൊക്കെയാണ് അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടിയത്? ഭാരതമൊട്ടുക്കും ഒരു ഹർത്താൽ നടത്തുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിൽ പോലും യാതൊരു ചലനവും ഹർത്താൽ സൃഷ്ടിച്ചില്ലല്ലോ. കാരണം അവിടെയുള്ളവർക്കറിയാം ഹർത്താലുകൾ കൊണ്ട് ജനജീവിതം സ്തംഭിപ്പിക്കാമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാകില്ല. നമുക്കറിയാമല്ലോ, കേരളം സാമ്പത്തികമായി എത്രയോ ഞെരുക്ക് അനുഭവിക്കുകയാണ്. ഒരു ദിവസം ഹർത്താൽ നടത്തുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, തൊഴിലിന് പോകാമല്ലോ എന്നോ? നിങ്ങൾ ആരെയെങ്കിലും തൊഴിലെടുക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. സമരം ചെയ്യാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. പക്ഷേ സമരം ചെയ്യാതിരിക്കാനുള്ള അവകാശവും ഓരോ പൗരനുമുണ്ട്. അടിച്ചേൽപ്പിക്കുകയല്ല സമരം. അതായത് തൊഴിലിടത്തേക്ക് പോകുന്നവനെ തടയുകയും അവനെ അസഭ്യം പറയുകയും ചെയ്യുന്നതല്ല ജനാധിപത്യ മര്യാദ. നമ്മൾ ഒരിടത്ത് ഒരു അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അവകാശങ്ങളെ നിങ്ങൾ തകർക്കരുത്. ഹർത്താൽ കൊണ്ടോ ബന്ധുകൾ കൊണ്ടോ രാജ്യമൊന്നും നേടുകയില്ല. ഇതെല്ലാം നമ്മളെ പുറകോട്ടടിപ്പിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ജനജീവിതം സ്തംഭിക്കും. ഒരു ദിവസം ഹർത്താൽ നടത്തുമ്പോൾ ജനജീവിതം നമുക്കറിയാം. തട്ടുകടകൾ വരെ നടത്തി ജീവിക്കുന്ന സാധാരണക്കാരുണ്ട്. അവൻ്റെ ഒരു ദിവസത്തെ അന്നം മുടക്കിയാൽ നിങ്ങൾ ശമ്പളം കൊടുക്കുമോ? സർക്കാർ ഉദ്യോഗസ്ഥരെ പോലും നിങ്ങൾ ബലിയാടാക്കുന്നില്ലേ? സമരത്തിന് അവനെ നിർബന്ധിച്ച് ഇറക്കിയിട്ട് ഡയസ് നോൺ പ്രഖ്യാപിക്കും. അവന് അന്നത്തെ ശമ്പളം പോയില്ലേ? അതെ, അവർക്കും 100 കൂട്ടം പ്രാരാബ്ദങ്ങളുണ്ട്. അവനും ലോണും അതും ഇതുമൊക്കെ ഉണ്ട്. ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുന്നത് അവൻ്റെയും കാര്യങ്ങൾ തകിടം മറിയുകയാണ്. ഇത് ശരിയല്ല. ഹർത്താൽ കൊണ്ട് ആരും വിജയിച്ചിട്ടില്ല. വെറുതെ ഇന്ത്യയെ ഒട്ടുക്കുമുള്ള ഹർത്താൽ എന്ന് പറഞ്ഞിട്ട് കേരളത്തെ സ്തംഭിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ഇന്ത്യയിൽ ഹർത്താൽ നടത്തുമ്പോൾ ഡൽഹിയിൽ ഒരു ചലനം ഉണ്ടാക്കുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ചലനം ഉണ്ടാക്കുന്നില്ല. കേരളം സ്തംഭിപ്പിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹർത്താലുകൾ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അത് നമ്മുടെ നാടിൻ്റെ വികസനത്തെ വലിയ രീതിയിൽ പുറകോട്ടടിക്കുന്നതാണ്. അത് ഓരോ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കിയാൽ നന്ന്.